ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മളുടെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അത് അവസാനത്തെ ചാപ്റ്ററായിട്ട് വരുന്ന എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ ആവശ്യമാണെങ്കിൽ അതും കൂടെ കാണാം. നമ്മൾ MCOMൽ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് ഒരുപാട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്, കുറച്ച് ഡിസിപ്ലിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ പെർഫോമൻസിനെയും ഒരു ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഡിസിപ്ലിൻസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ടും 10 കൺസെപ്റ്റുകളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് ടൈം മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജി ആൻഡ് സോഷ്യൽ ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജി, നോളേജ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇതിലുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജി, നോളേജ് മാനേജ്മെൻറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, CSR ഒക്കെ നമ്മൾ മുൻപുള്ള സെമിസ്റ്ററിൽ ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ടോപ്പിക്സും എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഇപ്പോൾ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്നത് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെൻ്റ് ആണ്. നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, അതായത് എൻവിറോൺമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് ആണെങ്കിലും ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് ആണെങ്കിലും എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് ചേഞ്ചസ് അവിടെ സംഭവിക്കാറുണ്ട്. നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു പാർട്ടാണല്ലേ. അപ്പോൾ ആ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അത് നമ്മളുടെ എന്ത് ചെയ്യും, ഓർഗനൈസേഷനെയും എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടിരിക്കില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഓരോരോ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, റിലീജിയസ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിലും ചേഞ്ചസ് വരുത്തണം എന്നാണ് പറയുന്നത്. സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്തുള്ള എൻവിറോൺമെൻറ്റൽ ഫോഴ്സസ് ആണെങ്കിലും അതിനകത്തുള്ള ഇൻറ്റേർണൽ ഫോഴ്സസ് ആണെങ്കിലും അവിടെ ഒരു ചേഞ്ച് ആവശ്യമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരണം, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മുടെ സ്ട്രാറ്റജീസിലും നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. മെയിനായിട്ടും 4 ഡയമെൻഷൻസ് ഓഫ് ചേഞ്ചസ് ആണ് ഉള്ളത്. ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവാം, എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാവാം, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം. നമ്മുടെ സൊസൈറ്റിയിലെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടെക്നോളജീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മളിപ്പോൾ സൊസൈറ്റിയിലെ ഡിമാൻഡും എംപ്ലോയ്മെൻറ്റ്, നീഡ് ഓഫ് ക്യാപിറ്റൽ ഇതിലൊക്കെ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓർഗനൈസേഷനിലെ സ്ട്രാറ്റജീസിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊണ്ടുവരണം. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ ഓർഗനൈസേഷനിൽ ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്ട്രാറ്റജീസിലും മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിനനുസരിച്ച് നമ്മളുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ വരുന്നത് സ്ട്രാറ്റജിക് ടൈം മാനേജ്മെൻ്റ് ആണ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനെയും എഫക്റ്റീവ് ടൈമിൽ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ആക്ച്വൽ ടൈം യൂസ് എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുക. എത്രത്തോളം നമുക്ക് ടൈം ആവശ്യമായി വരുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. തേർഡ് വൺ പറയുന്നത് സോഷ്യൽ ഓഡിറ്റ് ആണ്. സ്ട്രാറ്റജി ആൻഡ് സോഷ്യൽ ഓഡിറ്റ് ആണ്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എസെൻഷ്യൽ അസസ്മെൻ്റ് ആണ്. ഒരു കമ്പനി എത്രത്തോളം അതിൻ്റെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് നടത്തുന്നുണ്ട് എന്നത് നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെയും സൊസൈറ്റിയുടെയൊക്കെ വെൽഫെയറിന് വേണ്ടി എത്രത്തോളം ആ ഓർഗനൈസേഷൻ എഫേർട്സ് എടുക്കുന്നുണ്ട്, ആ ഓർഗനൈസേഷൻ എത്രത്തോളം അതിനുവേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് എന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവർക്ക് പ്രോഗ്രസ്സും ഗ്രോത്തും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിക്കും ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് എൻവിറോൺമെൻറ്റൽ ഓഡിറ്റ് ആണ്. എൻവിറോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻവിറോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. എൻവിറോൺമെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ടൊരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻവിറോൺമെൻറ്റൽ ഓഡിറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അഡ്വർടൈസിങ് സ്ട്രാറ്റജിയാണ്. അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ത്, അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, അഡ്വർടൈസിങ് എന്നുള്ളൊരു കാര്യം ആവശ്യമാണ്. അഡ്വർടൈസിങ് ഇല്ലാതെ നമ്മളുടെ പ്രൊഡക്ട്സോ സർവീസോ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കില്ല. സെല്ലേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. അഡ്വർടൈസിങ് സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നമ്മളുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ്, നമ്മൾ അവർക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരിലേക്ക് എത്തിക്കേണ്ടത്. നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു മീഡിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീന്, TV, പോസ്റ്റേഴ്സ്, അതിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അഡ്വർടൈസ് ചെയ്യാറുള്ളത്. നമ്മളുടെ പ്രോഡക്റ്റിനും സർവീസിനും നമ്മളുടെ കൺസ്യൂമേഴ്സിനും, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനും അനുസരിച്ച് നമ്മൾ ഏത് മീഡിയം യൂസ് ചെയ്യണം, നമ്മൾ ഈ ഒരു അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ഏത് രീതി യൂസ് ചെയ്യണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എപ്പോഴും നമ്മളൊരു അഡ്വർടൈസിങ് മീഡിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മാർക്കറ്റിനെ ഓവറോൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എല്ലായിടത്തേക്കും നമ്മുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില മാർക്കറ്റുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എത്രത്തോളം ഉണ്ടാകും, അതുപോലെ തന്നെ അതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ഫ്രീക്വൻസി, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ TV-യിലൂടെയൊക്കെയാണ് അഡ്വർടൈസ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി വേണോ, വീക്ക്ലി ന്യൂസ് പേപ്പേഴ്സ് ആയിട്ട് വേണോ, അങ്ങനെ ഏത് രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു അഡ്വർടൈസിങ് മീഡിയ ചൂസ് ചെയ്യാനായിട്ട്. അഡ്വർടൈസിങ് സ്ട്രാറ്റജീൻ്റെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് സെലക്ഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ, നമ്മൾ ഏത് മീഡിയ വേണമെന്ന് സെലക്ട് ചെയ്യുക, പ്രസ്, TV അങ്ങനെ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് പൊസിഷനിങ്, ചോയ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ ആ ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു റോ മെറ്റീരിയൽസിൽ നിന്നും നമ്മളുടെ കൺസ്യൂമേഴ്സിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും അവരെ സാറ്റിസ്ഫൈഡ് ആക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും, നമ്മളുടെ സപ്ലയേഴ്സ് ഉണ്ടാകും, പിന്നെ ആ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ളവരുണ്ടാകും, നമ്മളുടെ കൺസ്യൂമേഴ്സ് വരും, അതിൻ്റെ ഇടയിൽ വല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ വരും, റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സപ്ലൈ ചെയിനിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, സോഴ്സിങ് റോ മെറ്റീരിയൽസ് എടുക്കുന്നത് മുതൽ നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുന്നത് വരെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം സപ്ലൈ ചെയിനിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോഴ്സിങ്, പ്രൊഡക്ഷൻ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിമാൻഡ് പ്ലാനിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ. ഈ ഓരോ കാര്യങ്ങളുടെയും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മെയിനായിട്ടും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഗോൾസ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി കൊണ്ടുവരിക, നമ്മളുടെ വേസ്റ്റേജ് കുറയ്ക്കുക, മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അതിലൂടെ കോസ്റ്റ് കുറയ്ക്കുക, കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കുക, റിസ്ക് മാക്സിമം മാനേജ് ചെയ്യുക, റിസ്ക് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജിയാണ്. ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറും സ്ട്രാറ്റജിയും ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും പരസ്പരം ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ നമ്മളുടെ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാത്തിലും തന്നെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് കൾച്ചറും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഗോൾസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ നമ്മളുടെ ഗോൾസുമായിട്ട് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവർ പുതുതായിട്ട് ഏതെങ്കിലും തീരുമാനങ്ങളോ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറാണ് എങ്ങനെയാണ്, എംപ്ലോയീസ് എങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, അല്ലെങ്കിൽ എംപ്ലോയീസ് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അവിടുത്തെ ആ ഒരു കൾച്ചർ എന്താണെന്ന് നോക്കണം. ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് നമ്മളുടെ സ്ട്രാറ്റജീനെ നല്ല രീതിയിലും നെഗറ്റീവായിട്ടും രണ്ട് രീതിയിലും എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ കൾച്ചറാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രാറ്റജീനെയും ഓർഗനൈസേഷണൽ കൾച്ചറിനെയും ഒരു കോയിൻ്റെ രണ്ട് സൈഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് നോളേജ് മാനേജ്മെൻ്റ് ആണ്. ഓർഗനൈസേഷൻ അതിൻ്റെ ഓവറോൾ പെർഫോമൻസസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് നോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. നോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ റൈറ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോളേജ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുക, കറക്റ്റ് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ദെൻ അതിനെ ആവശ്യമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, കറക്റ്റായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ആവശ്യം വരുന്ന സമയത്ത് കറക്റ്റ് ആളുകളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അറിവ് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നോളേജ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നോളേജ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് എഫിഷ്യൻസിയും നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബെറ്റർ കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നല്ല കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോളേജ് മാനേജ്മെൻറ്റ് കൊണ്ടുള്ള മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് CSR എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് അപ്രോച്ചാണ്. കമ്പനീസ് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയോട്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനോടും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനോടും എല്ലാം തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് അവർ നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെയും എംപ്ലോയീസിൻ്റെയും എൻവയോൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അവരിന് പോസിറ്റീവ്ലി അവർക്ക് വേണ്ടി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നതിലുപരി അവരെന്ത് ചെയ്യണം, നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെയുണ്ട്, അവരത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കീ ആസ്പെക്ട്സ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിയോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അതായത് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഫെയർ ആയിട്ടുള്ള ലേബർ പ്രാക്ടീസസ് കൊണ്ടുവരിക, അതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള റിസോഴ്സസിനെയൊന്നും ഹാംഫുൾ ആവാത്ത രീതിയിൽ കീപ്പ് ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ്. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് നേടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം, കുറച്ച് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് എപ്പോഴും അവിടെ ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻറ്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി എല്ലാം ഉണ്ടായിരിക്കണം. എത്തിക്കലായിരിക്കണം അവരുടെ കാര്യങ്ങൾ. അൺഎത്തിക്കലായിട്ടുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നതാണ് പറയുന്നത്. ദെൻ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻ്റ് ആണ്.
ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് എല്ലാവരും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ ഒരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിൻ്റെ എൻഗേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും, നമുക്ക് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോങ് ടേം സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോങ് ടേം സക്സസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം നമ്മൾ സ്ഥിരമായി മീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോങ് ടേം സക്സസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ കസ്റ്റമേഴ്സ് നമുക്ക് ലോങ് ടേമിലേക്ക് ഉണ്ടാവും അല്ലേ. ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മെമ്പേഴ്സും, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എഫേർട്സ് എടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ എല്ലാ ഏരിയയിലും നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മെയിൻ കാര്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എപ്പോഴും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മളുടെ ഓരോ പ്രോസസ്സിനും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷനിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമർ ഫോക്കസ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഫാക്ട് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതൊക്കെയാണ്. ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയി മൊറൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 10 ടോപ്പിക്സാണ് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേണമെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് എഴുതിയാൽ നമുക്ക് എന്തായി ഒരു എസ്സേ ടോപ്പിക്കിനുള്ളതായി. ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്സും ഒന്ന് മനസ്സിലാക്കി വെക്കുക, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൺവേർഡ്സിലൊക്കെ അതിനെക്കുറിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് ചെയ്യേണ്ടി വന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്